ഇന്ത്യയുമായി ഒരു യുക്തിപൂർവമായ ഇടപാടിന് അമേരിക്ക ഒരുങ്ങുകയാണെന്നും തീരുവ കുറക്കാൻ തങ്ങൾക്ക് പദ്ധതിയുണ്ടെന്നും പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം കാരണമാണ് ഇന്ത്യ ഇത്രയും ഉയർന്ന തീരുവകൾ നേരിടുന്നതെന്ന് ട്രംപ് പറയുന്നു. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയതായും ട്രംപ് ഒരിക്കൽ കൂടെ അവകാശപ്പെടുകയാണ്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യ റഷ്യൻ എണ്ണ വ്യാപകമായി വാങ്ങിയിരുന്നു. അതുതന്നെയാണ് അവരുടെ മേൽ ഉയർന്ന തീരുവ ചുമത്താൻ കാരണമായത്. എന്നാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ ഗണ്യമായി നിർത്തിയിരിക്കുന്നു. പിന്നീട് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ തീരുവ കുറക്കാൻ പോവുകയാണ്, ഒരു ഘട്ടത്തിൽ ഞങ്ങളത് കുറക്കും എന്നാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ വരുന്നത്. ഉക്രൈൻ അധിനിവേശവും യുദ്ധവും അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കുന്നതിനുള്ളൊരു സമ്മർദ്ദ തന്ത്രമായും ഈ നടപടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. ആദ്യമായി ഈ അവകാശവാദം ട്രംപ് ഉന്നയിച്ചപ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ട്രംപ് പറയുകയും ചെയ്തു. എന്നാൽ അന്ന് ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നുവെന്ന വാർത്ത ഇന്ത്യ നിഷേധിക്കുകയും അങ്ങനെ ഒരു സംഭാഷണത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. ചൊവ്വാഴ്ച നടക്കുന്ന വ്യാപാര ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യയുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ്, മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കരാർ. ഇപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷേ അവർ ഞങ്ങളെ ഉടനെ വീണ്ടും സ്നേഹിക്കും. ഞങ്ങൾ ന്യായമായ ഒരു ഇടപാട് ഉണ്ടാക്കും, ഒരു ന്യായമായ വ്യാപാര ഇടപാട്. ഞങ്ങൾക്ക് യുക്തിരഹിതമായ വ്യാപാര ഇടപാടുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്, എന്നാൽ ഞങ്ങൾ ന്യായമായ ഒന്നിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. അതിനുശേഷം ട്രംപ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റിനെ ചൂണ്ടിക്കാട്ടുകയും എല്ലാവർക്കും ഉചിതമായ ഒരു കരാറിലേക്ക് എത്തുന്നു എന്ന വാദം ആവർത്തിക്കുകയും ചെയ്തു. റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തിയതിന് ഇന്ത്യയെ ഉന്നം വെക്കുകയും ട്രംപിൻ്റെ തീരുവകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്ത ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സ്കോട്ട് ബെസന്റ്. ട്രംപ് നൽകിയ തീരുവ സമയപരിധിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ യുദ്ധസമയത്തും അതിനുശേഷവും റഷ്യൻ എണ്ണയുടെ വിൽപ്പനയിൽ ഇന്ത്യ വലിയ ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ് സ്കോട്ട് ബെസന്റ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നിലവിൽ $191 ബില്യൺ ഈ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ ഉയർത്താനാണ് ഈ കരാർ ലക്ഷ്യം വെക്കുന്നത്. ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% വരെ അധിക താരിഫ് ഏർപ്പെടുത്തിയത് വ്യാപാര ബന്ധത്തിൽ കല്ലുകടിയായി തുടരുകയാണ്. താരിഫ് കുറക്കുന്നതിലൂടെ ടെക്സ്റ്റൈൽസ്, സമുദ്രോൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ കയറ്റുമതി മേഖലകൾക്ക് വലിയ ഉത്തേജനവും ലഭിക്കും.